കൽപ്പറ്റയിൽ ആര് ജയിക്കുമെന്ന് ചോദിക്കണം. ടി സിദ്ദീഖ് MLA വീണ്ടും തുടർന്ന് MLA ആയിട്ട് നിൽക്കുമെന്നല്ലാതെ അതിൽ കൂടുതൽ എന്ത് പറയാനാ? ഇവിടുത്തെ ആളുകൾ പറയുന്നത് അതിൽ പ്രചരണമോ മറ്റോ മേൽക്കോയ്മയോ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ടി സിദ്ദീഖ് അതൊരു 25,000 ഭൂരിപക്ഷം ഉണ്ടാവും. സിറ്റിംഗ് MLA ആയി തുടരും. UDF ഒരു മന്ത്രിയായിട്ട് വരുമെന്നാണ് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. BJPയുടെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിലെ 100% വിജയിക്കാനാണല്ലോ മത്സരിക്കുന്നത്. അല്ലെ മത്സരിക്കേണ്ട ആവശ്യമില്ലോ. എന്താണെങ്കിലും 100% വിജയപ്രതീക്ഷ കൽപ്പറ്റ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി ശ്രീ പ്രശാന്ത് മലവയലിന് 100% വിജയപ്രതീക്ഷയാണ് BJP പുലർത്തുന്നത്. ഇതാ നടക്കണു. എൻ്റെ കോലം കണ്ടില്ലേ? ഇതാ ബൂത്തൊരുക്കം തന്നെ നടത്താൻ പോവുകയാണ്. ബൂത്തൊരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നു. ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൊതു ചർച്ചയായി കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥി PK അനിൽകുമാർ നല്ല രീതിയിലുള്ള വിജയം കൈവരിക്കും. അതുപോലെ തന്നെ UDFിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും LDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നാളത്തെ ഇലക്ഷനെ കുറിച്ചിട്ട് കൽപ്പറ്റ എന്തായാലും അനിൽകുമാർ തന്നെ ജയിക്കും. സിദ്ദിഖ എന്തായാലും ഇപ്രാവശ്യം ജയിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അത്രയും രീതിയിലുള്ള എന്താ പറയാ ഫണ്ട് തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് സിദ്ദിഖാന്റെ നേതൃത്വത്തിൽ. അങ്ങനെ തന്നെ പറയാലോ. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ ശ്രുതി എന്ന് പറയുന്ന ഒരു ചേച്ചിയെ വരെ അത്രയും എന്താ പറയാ അത്രയ്ക്കും രീതിയിൽ പറ്റിക്കപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വയനാട്ടുകാർ ഇനി എന്തായാലും സിദ്ദിഖയ്ക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വയനാട്ടുകാര് എന്താ പറയാ നല്ല മനുഷ്യന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൽപ്പറ്റക്കാര്, പ്രത്യേകിച്ച് കൽപ്പറ്റക്കാര്. അതുകൊണ്ട് കൽപ്പറ്റക്കാർ എന്തായാലും ഇപ്രാവശ്യം അനിൽകുമാറിന്റെ കൂടെ നിന്നിട്ട് LDF ഇവിടെ ഭരണം തുടരുമെന്നും അതുപോലെ തന്നെ കൽപ്പറ്റ പിടിച്ചെടുക്കും. അത് തന്നെയാണ് പറയാനുള്ളത്.